ശോച്യാവസ്ഥയിലായിരുന്ന കോഴിക്കോട് ബേപ്പൂർ മത്സ്യബന്ധന തുറമുഖത്തെ ലേലപ്പുരകൾ മുഖം മിനുക്കി പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നു. തീരെ സൗകര്യങ്ങളില്ലാതെ ജോലി ചെയ്ത ജീവനക്കാരുടെ ഏറെക്കാലത്തെ അഭിലാഷമാണ് ഈ നവീകരണത്തിലൂടെ പൂർത്തിയാകുന്നത്. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്ന ഈ മാസം 30-ന് നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാകും. ബേപ്പൂർ മത്സ്യബന്ധന ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് വകയിരുത്തിയ 1.40 കോടി രൂപയുടെ പ്രവൃത്തിയാണ് ഹാർബറിൽ പുരോഗമിക്കുന്നത്. ഹാർബറിലെ 2 വല റിപ്പയറിംഗ് ഷെഡുകളുടെ നിലം പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്തു. പഴയ ലേലപ്പുരയുടെ നിലം ഗ്രാനൈറ്റ് ചെയ്യുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ഫിഷ് പാക്കിംഗ് ഷെഡ്, വാഹന പാർക്കിംഗ് ഷെഡ്, ശുചിമുറി കെട്ടിടം എന്നിവയുടെ തകർന്ന ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചു. അഴുക്കുചാലിന്റെ തകർന്ന സ്ലാബുകൾ മാറ്റി സ്ഥാപിച്ചു. ഹാർബറിന്റെ ചുറ്റുമതിൽ, പ്രവേശന കവാടം എന്നിവയുടെ പ്രവൃത്തിയും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തി കൊണ്ട് ഹാർബറിലെ പ്രശ്നങ്ങൾ തീരുന്നില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് അനുവദിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ഹാർബർ വികസന സമിതി ചെയർമാൻ കാരിച്ചാലിൽ പ്രേമൻ പറഞ്ഞു. ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു ഫിഷിംഗ് ഹാർബറാണ് ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ. അവിടെ ശുചിമുറികൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാർക്കും മറ്റും വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ശുചിമുറികൾ വളരെ അത്യാവശ്യമാണ്. അതും നമ്മൾ കളക്ടറെ മീറ്റിംഗിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനുമുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഏകദേശം നമ്മളെ ഈ ട്രോളിംഗ് നിരോധനം തീരുന്നതിന് മുമ്പ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹാർബർ നല്ല രീതിയിൽ നിലനിൽക്കണമെങ്കിൽ ഇനിയും നിരവധി പ്രവൃത്തികൾ നടത്തേണ്ടതുണ്ടെന്നും അതിന് കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. DD സലീംകുമാർ, ദൂരദർശൻ ന്യൂസ്, കോഴിക്കോട്.